SIR പ്രക്രിയ ആദ്യഘട്ടം പൂർത്തിയാക്കി. ഇന്ന് കരട് വോട്ടർ പട്ടിക കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കുകയാണ്. 25 ലക്ഷത്തോളം ആളുകൾ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. വലിയ ആക്ഷേപങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ, BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർത്തിയ ഒരു കാലഘട്ടം കൂടിയാണ് കടന്നു പോകുന്നത്. ഇന്ന് പട്ടിക വരുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സുതാര്യത ഉറപ്പുവരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞിട്ടുണ്ടോ ഷീജ? എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഗുഡ് മോർണിംഗ് മനു. ഏതായാലും SIRുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, അതിൻ്റെ തുടക്കഘട്ടം മുതൽ വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ, ആശങ്കകൾ ഒക്കെ ഉയർന്നിരുന്നു. അത് പരിഹരിക്കാനായി ഇതുവരെയായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്. ഇപ്പോൾ SIRന്റെ ആദ്യഘട്ട നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് കരട് വോട്ടർ പട്ടിക വരുമ്പോൾ തന്നെ ഏകദേശം 25 ലക്ഷത്തോളം വോട്ടർമാരാണ് വോട്ടർ പട്ടികയ്ക്ക് പുറത്തേക്ക് പോയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ കണക്ക് ഇങ്ങനെയാണ്. അതായത് SIR മുൻപുണ്ടായിരുന്ന വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് 2,78,50,855 വോട്ടർമാർ എന്നുള്ളതായിരുന്നു കണക്ക്. എന്നാൽ ഈ എന്യൂമറേഷൻ നടപടികളുടെ ആദ്യഘട്ടം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ 24,08,503 പേർ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താകും എന്നുള്ളൊരു ഘട്ടമാണ്. കാരണം ഇവരെക്കുറിച്ച് ഒരു തരത്തിലുള്ള വിവരവും ഈ വോട്ടർ പട്ടികയിൽ ഇല്ല എന്നുള്ള കാര്യമാണ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇവർ ഇത്രയും പേർ വോട്ടർ പട്ടികയ്ക്ക് പുറത്താണ് എന്നുള്ള കാര്യം. അപ്പോൾ ഇവർ പലർക്കും ഇപ്പോഴും പലരുടെയും കോണ്ടാക്റ്റുകൾ നിലനിൽക്കുന്നുണ്ട്. ചിലർ വീട് മാറിപ്പോയതാണ്. അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിൽ അപൂർവം പേർ മാത്രമാണ് മരണപ്പെട്ടവരുള്ളത്. പക്ഷേ അതിലൊന്നും കൂടുതൽ പരിശോധനകൾ നടത്താൻ ഇതുവരെയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ വലിയ തോതിലുള്ളൊരു ആക്ഷേപം ഉയരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം 2,54,42,352 പേർ അടങ്ങുന്ന വോട്ടർ പട്ടികയായിരിക്കും ഇന്ന് കരട് പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ്. അതിൽ മണ്ഡലതലത്തിൽ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതിൻ്റെ കോപ്പി നൽകുന്നതായിരിക്കും. പക്ഷേ സ്വാഭാവികമായും വലിയ തോതിലുള്ള പ്രതിഷേധം ഈ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിയുമ്പോൾ, കരട് പ്രസിദ്ധീകരിക്കുമ്പോൾ തന്നെ ഉണ്ടാകും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം രാഷ്ട്രീയ പാർട്ടികളുമായി എല്ലാ ശനിയാഴ്ചകളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗങ്ങൾ ചേർന്ന് ഈ SIRന്റെ നടപടിക്രമങ്ങൾ വിലയിരുത്തുന്നുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ചും BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ച ആശങ്കകൾ, ആക്ഷേപങ്ങൾ അത് പരിശോധിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. സംസ്ഥാനത്തെ ഇതിൻ്റെ ചുമതലയുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളടക്കം ബന്ധപ്പെടുമ്പോൾ പറയുന്നത്, ഈ ആശങ്കകളൊക്കെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ഒരു തുടർ നടപടി കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തും SIR നടപടികൾ പൂർത്തിയാക്കുക, അത് മാത്രമാണ് തങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിക്കുന്നത്. ഇനി അവർ അതിൽ ഏത് രീതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ചുമതല, അവർക്ക് നൽകിയ നിർദ്ദേശം അവർ പൂർത്തീകരിക്കുന്നു, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അതിലൊരു സുതാര്യത ഉറപ്പുവരുത്തേണ്ട വലിയ ബാധ്യത, ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിലില്ലേ? ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന രീതിയിലാണല്ലോ നമ്മൾ അതിനെ ഇത്രയും കാലം വിലയിരുത്തുകയും വിലമതിക്കുകയും ചെയ്തത്. ഇവിടെ നോക്കൂ, സ്ഥലം മാറിപ്പോയവരെ വരെ കണ്ടെത്തിയിട്ടില്ല എന്ന പട്ടികയിലൊക്കെ ഉൾപ്പെടുത്തിയാൽ ഇവർ ഏത് തരത്തിലുള്ള അന്വേഷണമാണ് ഇവർ നാട്ടിലിറങ്ങി നടത്തിയിരിക്കുന്നത്? എന്ത് തരത്തിലുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്? അതോടൊപ്പം തന്നെ മറ്റുള്ളവർ എന്ന് പറയുന്ന ഒരു പട്ടികയുണ്ട്. ഈ ഒഴിവാക്കപ്പെട്ടവരിൽ മറ്റുള്ളവർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അത് എന്താണ് എന്ന് വിശദീകരിക്കാൻ പോലും നമ്മൾ ഈ സംസാരിക്കുന്ന സമയം വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഏറ്റവും സുതാര്യമായി, ഏറ്റവും കൃത്യതയോടെ ചെയ്യേണ്ട ഒരു വലിയ പ്രക്രിയ ഇങ്ങനെ അലംഭാവത്തോടെയാണ് പൂർത്തിയാക്കുന്നത്. എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായങ്ങൾ മുഖവിലക്കെടുക്കാതെ പോയത്? ഇതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളല്ലേ ഇന്ന് ഈ കരട് പട്ടിക വരുമ്പോൾ പോലും? തീർച്ചയായും മനു, അതിലൊരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം സംസ്ഥാനം ഔദ്യോഗികമായി തന്നെ സംസ്ഥാനത്തിന്റെ ആശങ്ക ഈ വിഷയത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി തന്നെ ഇതിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കത്തയച്ചിരുന്നു. കാരണം സംസ്ഥാനം നിരവധി തവണയായി ആവശ്യപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ഒന്ന്, ഈ SIRന്റെ നടപടിക്രമങ്ങൾ വേഗത്തിൽ ധൃതി പിടിച്ച് പൂർത്തിയാക്കേണ്ടതില്ല, വിശദമായിട്ടുള്ള പരിശോധന നടത്തി അതിനാവശ്യമായ സമയമെടുത്ത് നടത്തുക എന്നുള്ളതാണ് സംസ്ഥാനം ആവശ്യം.
ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ രീതിയിൽ വലിയ തോതിൽ വോട്ടർ പട്ടികയിൽ നിന്നും ജനങ്ങൾ പുറത്തേക്ക് പോകുന്ന, വോട്ടർമാർ പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം അത് ഒഴിവാക്കാൻ സാധിക്കും. വിശദമായിട്ടുള്ള പരിശോധന നടത്തി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ ചില ആശങ്കകൾ ഉന്നയിച്ചിരുന്നു. അതിൽ ഈ 25 ലക്ഷത്തോളം പേർ പുറത്താണ് എന്നുള്ള വിവരം, അതിലുള്ള ആശങ്ക അറിയിച്ചപ്പോൾ പോലും അതിൽ ഒരു തരത്തിലുള്ള തുടർ നടപടിയും ഉണ്ടാകുന്നില്ല. കോടതിയിൽ നിന്ന് പോലും അനുകൂല നിലപാട് ഈ SIR-മായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി സമയം അനുവദിക്കാനുള്ളൊരു നീക്കമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതുപോലും മുഖവിലക്കെടുക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകാത്തൊരു ഘട്ടത്തിലാണ് സംസ്ഥാന ഔദ്യോഗികമായി തന്നെ ഇതിലുള്ള പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ രീതിയിൽ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായത്തെ മുഖവിലക്കെടുക്കാതെയുള്ള സ്വന്തം താല്പര്യം മുൻനിർത്തിയിട്ടുള്ള നീക്കങ്ങളുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുമ്പോൾ ഈ കരട് പട്ടിക ഇന്ന് പ്രസിദ്ധപ്പെടുത്തുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ സ്വാഭാവികമായും വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യത തന്നെയാണ് മനു നിലനിൽക്കുന്നത്.